റായ്ബറേലി നിലനിർത്തി വയനാട് ലോക്സഭാംഗത്വം രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. അത് ഇന്നലെ വൈകുന്നേരം പ്രധാനപ്പെട്ട വാർത്തയായി വന്നു. അതിനുമപ്പുറം ആര് മത്സരിക്കും എന്നുള്ളതിൽ മുൻപ് കേട്ടതുപോലെ തന്നെ പ്രിയങ്കയാണ് വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്ന UDF സ്ഥാനാർത്ഥി എന്നതും ഇന്നലെ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ്. വയനാടിൻ്റെ കാര്യത്തിൽ വയനാട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. സ്വാഭാവികമായും മറ്റ് ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്, നിയമസഭാ മണ്ഡലങ്ങൾ. ഇപ്പോൾ ചേലക്കര, അതുപോലെ തന്നെ പാലക്കാട് ഒക്കെ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് കേരളത്തിൽ കളമൊരുങ്ങുകയാണ്. അതിൽ വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നു എന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നത് വീണ്ടും വയനാടിനെ മറ്റൊരർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ്. പതിവ് പോലെ വയനാടിനെക്കുറിച്ച് വളരെ നല്ല വാചകങ്ങളൊക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞ് റായ്ബറേലി ഉറപ്പിച്ചു നിർത്തുന്നത്. വൈകാരിക ബന്ധമുണ്ട് എന്നാണ് വയനാടിനെക്കുറിച്ച് പറഞ്ഞത്. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. കാരണം വലിയ രാഷ്ട്രീയ പരാജയം അമേഠിയിൽ നേരിട്ടപ്പോൾ ലോക്സഭയിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധിക്ക് തുണയായത് വയനാടാണ് എന്നുള്ളതുണ്ട്. കോൺഗ്രസ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട കാലത്ത് പാർലമെൻറ്ററിയിൽ സാന്നിധ്യമാകാൻ രാഹുൽ ഗാന്ധിയെ തുണച്ചത് മുമ്പ് പറഞ്ഞതുപോലെ വയനാടാണ് എന്ന രാഷ്ട്രീയ പ്രാധാന്യം ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വൈകാരിക തലം വയനാട് ഒരുക്കുന്നുണ്ടാകാം. പക്ഷേ അപ്പോഴും വയനാട്ടിൽ അദ്ദേഹം ലോക്സഭാംഗത്വം ഉറപ്പിച്ചു നിർത്തുന്നില്ല. വയനാട്ടിൽ നിന്നുകൊണ്ട് റായ്ബറേലിയിൽ എന്തുകൊണ്ട് പ്രിയങ്ക മത്സരിക്കുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. സോണിയാഗാന്ധി മുൻപ് പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ്. അവിടേക്ക് പ്രിയങ്കയ്ക്കും സ്വാഭാവികമായി, പക്ഷേ കോൺഗ്രസ് കാണുന്നൊരു കാഴ്ച ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ ഈ രണ്ട് നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്നുള്ള തരത്തിലാണ്. നേരത്തെ വാർത്തകളിലൊക്കെ കണ്ടത് പ്രിയങ്ക ലോക്സഭയിലേക്ക് ഉണ്ടാവില്ല എന്ന നിലയിലാണ്. പക്ഷേ അതെല്ലാം മാറുന്നു. രണ്ടുപേരും ലോക്സഭയിലേക്ക് പോകണം എന്ന നിലയിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ വയനാട്ടിൽ വീണ്ടും ഒരു മത്സരത്തിന് കളമൊരുങ്ങുന്നു. ആ മത്സരത്തിൽ UDF പ്രതിനിധാനം ചെയ്ത് പ്രിയങ്ക എത്തുന്നു. വയനാട്ടിൽ ഇനി പ്രിയങ്കയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന സാഹചര്യം വരുന്നുണ്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന സാഹചര്യം വരുന്നുണ്ട്. റായ്ബറേലിയിലേക്കാണ് രാഹുലിൻ്റെ ശ്രദ്ധ മാറുന്നത്. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നലെ വൈകുന്നേരം വന്ന വാർത്തയുടെ തുടർച്ചയായി. ഇന്നിപ്പോൾ രാവിലെയൊക്കെ ഇന്ന് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തലക്കെട്ടിൽ ഇടം പിടിക്കാവുന്നൊരു വാർത്ത ഇതുതന്നെയാണ്. സിബി ദില്ലിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഏതാണ്ട് എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ, ഗുഡ് മോർണിംഗ്, ഇതൊക്കെ തന്നെയല്ലേ പ്രതീക്ഷിച്ചത്? ആ ഹൈപ്പ് വളരെ രാഷ്ട്രീയമായ അതിൻ്റെ ഒരു പ്രാധാന്യം ഹൈപ്പൊക്കെ നിലനിർത്തുന്നു. ഒറ്റയടിക്ക് വയനാട് ഒഴിഞ്ഞു എന്നൊരു തോന്നൽ വോട്ട് ചെയ്തവരുടെ ഇടയിലേക്ക് പകരാതെ അദ്ദേഹം വന്ന് നന്ദി പറഞ്ഞു പോകുന്നു. അപ്പോഴും അദ്ദേഹം വയനാട് ഒഴിയും എന്ന പ്രഖ്യാപിച്ചില്ല. പക്ഷേ അതിലൊരു വ്യക്തതയുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ സൂചനകളൊക്കെ നന്നായി പൊതുപരിപാടികളിലൊക്കെ നൽകിയിരുന്നു. സ്വാഭാവികമായും വയനാട് ഒഴിഞ്ഞ് റായ്ബറേലി തിരഞ്ഞെടുക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയമായി ഈ തീരുമാനമെടുക്കുമ്പോൾ അതിലൂടെ വളരെ പ്രകടമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? ഏത് നിലയ്ക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നൊരു രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഈ തീരുമാനങ്ങളിൽ? ശരത്ത്, തീർച്ചയായും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഇതിൽ ഈ രണ്ട് മണ്ഡലത്തിലും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വയനാട് ഉപേക്ഷിക്കുമെന്ന് അന്ന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു. നമ്മൾ ആ വാർത്താ രീതിക്ക് അന്ന് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ തന്നെ അതിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഉത്തരേന്ത്യയിലടക്കം അല്ലെങ്കിൽ BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ട ഗാന്ധി കുടുംബത്തിലെ നേതാക്കളാണ്. ഇവരെല്ലാം തന്നെയും വയനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലെത്തി ഇടതുപക്ഷവുമായിട്ടാണോ ഇവർ മത്സരിക്കേണ്ടത് എന്നുള്ള ചോദ്യം വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ 2019 അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു. പ്രത്യേകിച്ച് അമേഠിയിൽ അന്ന് 2019 55,000 വോട്ടിനാണ് സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി അന്ന് പരാജയപ്പെട്ടത്. അന്ന് വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് ലോക്സഭയിൽ പോലും ഒരു അംഗത്വം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് വയനാട്ടിലെത്തുകയും വിജയിക്കുകയും അന്ന് വയനാട് മണ്ഡലം കൂടെ നിൽക്കുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ 2024 ആയപ്പോൾ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. അന്ന് 2024 ആകുമ്പോൾ BJP അധികാരത്തിൽ നടക്കാൻ വേണ്ടി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രൂപീകരിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ മറ്റൊരു രാഷ്ട്രീയ മുന്നണി സമവാക്യമുണ്ടായ ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു 2024. അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും അന്ന്
ഇന്ത്യ മുന്നണിയിലെ രണ്ട് നേതാക്കൾ അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് CPIയുടെ ദേശീയ മുഖമായ ആനി രാജയാണ്. ആനി രാജിനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചതും. അങ്ങനെ രണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ സ്വാഭാവികമായും അത് BJP ഉത്തരേന്ത്യയിലാകമാനം അത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ച് വിജയിച്ചു. അന്ന് രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയപ്പോൾ പറഞ്ഞത് തൻ്റെ കുടുംബമാണ് വയനാട് ഉപേക്ഷിച്ച് തനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല സാധാരണ ഇത്തരത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കൾ മത്സരിക്കുമ്പോൾ അത് ഒറ്റയടിക്ക് ആ രണ്ട് മണ്ഡലങ്ങളിലെയും പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സാധാരണ മത്സരിക്കാറുള്ളത്. നേരത്തെ രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും ഇനി BJP നേതാവ് വാജ്പേയി ഒക്കെ ആണെങ്കിൽ പോലും 2 or 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഒന്നിച്ച് ആ മണ്ഡലങ്ങളെല്ലാം തന്നെയും പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ആ കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു കൗശലം നമുക്ക് കാണാൻ കഴിയും. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് ഒരു വിവരം നൽകുന്നില്ല. റായ്ബറേലിയിൽ സോണിയാഗാന്ധി എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. കേരളത്തിൽ വോട്ടെടുപ്പെല്ലാം തന്നെ പൂർത്തിയായി. പിന്നീടാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അതിനെ വയനാട്ടിലെ ജനങ്ങളെ ഇത്തരത്തിൽ ഒരു കബളിപ്പിച്ചു എന്ന് വേണം ഈ കാര്യത്തിൽ പറയേണ്ടി വരിക. എന്തായാലും വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആ കാര്യത്തിലെല്ലാതിനെയും ഒരു ദേശീയ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലാണ് റായ്ബറേലി സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായും AICCയും രാഹുൽ ഗാന്ധിയും എല്ലാം തന്നെയും ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനമുണ്ടാകുക. എന്തായാലും പ്രിയങ്ക ഗാന്ധി കൂടി വയനാട്ടിലെത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കന്നി അംഗം, പാർലമെൻറ്റിലെ കന്നി അംഗം, അത് ഒരു ഉത്തരേന്ത്യയിലെ ഒരു BJP ഭരിക്കുന്ന അല്ലെങ്കിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ ഭരിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു ദേശീയ മാനം കൈവരുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി മുസ്ലിം ലീഗിൻ്റെ എല്ലാം തന്നെയും സഹായത്തോടെ അവിടെ വീണ്ടും പാർലമെൻറ്റിലേക്ക് ആദ്യമായി ഒരു കന്യാംഗത്തോടെ ജയിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് ഇങ്ങനെ മാത്രമേ വിലയിരുത്താൻ കഴിയൂ. എന്തായാലും പ്രിയങ്ക ഗാന്ധി എത്തുമെന്നുള്ളതും ഏറെക്കുറെ ഉറപ്പായിരുന്നു. ആ കാര്യത്തിൽ ഇന്നലെ തന്നെ ആ ഒരു സസ്പെൻസ് പൊളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വിട പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ മറ്റൊരു ചർച്ചകൾക്ക് വേദിയാക്കാതെ തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ്. ഇനി വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ചുരം ഇറങ്ങുമ്പോൾ ചുരം കയറാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തുകയാണ്. എന്തായാലും അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അതൊരു നല്ലൊരു സമവാക്യമല്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവെ വിലയിരുത്താൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം റായ്ബറേലിയിൽ ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ജയിക്കുമോ എന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റായ്ബറേലിയിൽ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാവുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ് ശരത്ത്.